ഞാൻ ഡോക്ടർ എബ്രഹാം ഫിലിപ്പ്, സീനിയർ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ, എസ് വി ഫോർട്ട് ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം. മൺസൂൺ കാലത്തെ ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. മൺസൂൺ കാലത്ത് പ്രകൃതി ദുരന്തങ്ങളെ പോലെ തന്നെ ജനങ്ങൾക്ക് വളരെ പ്രയാസമുണ്ടാക്കുന്ന വിഷയമാണ് അപ്പോൾ വർദ്ധിച്ചു വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് അതിനെപ്പറ്റി വളരെ സിമ്പിളായിട്ട് വളരെ ചെറിയ സമയം കൊണ്ട് അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി പറയാമെന്ന് വിചാരിക്കുന്നു. മൺസൂൺ കാലത്തെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒരു ഗ്രൂപ്പ് കൊതുക് വഴി പകരുന്ന രോഗങ്ങളാണ്. സ്പ്രെഡിങ് ത്രൂ മസ്കിറ്റോസ്. അതിൽ തന്നെയും അത് ധാരാളം രോഗങ്ങൾ മസ്കിറ്റോ വഴി പകരുന്നതുണ്ട്. എങ്കിൽ തന്നെയും ഏറ്റവും നമുക്കിപ്പോൾ ഒരു പ്രശ്നമായി നിൽക്കുന്നത് ഡെങ്കി ഫീവറാണ്. ഡെങ്കി ഫീവറിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ട്. ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണെന്നറിയാം. സാധാരണ അതൊരു പനിയോടുകൂടി തുടങ്ങി മൂർച്ഛിക്കുന്ന കേസുകളിൽ കൂടുതൽ ദേഹവേദന, ശരീരാസ്വാസ്ഥ്യങ്ങൾ, തലവേദന, ഛർദിൽ വീണ്ടും കൂടുമ്പോൾ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും മറ്റും കുറയുക, ലിവറും കിഡ്നിയും മുതലായ അവയവങ്ങളൊക്കെ ഫെയിലിയറിലേക്ക് പോവുക, അതിനും അപ്പുറമായി ഷോക്കിലേക്ക് പോയി രോഗി മരണപ്പെടുന്ന സാഹചര്യമുണ്ടാകാം. അങ്ങനെ വളരെ പ്രയാസമുള്ള ഒരു രോഗമാണ് ഡെങ്കി ഫീവർ. പെട്ടെന്ന് പടർന്നു പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ പടരുന്നതിനെപ്പറ്റി പറഞ്ഞു. മോസ്കിറ്റോ, അതിനെപ്പറ്റിയും അല്പം പറയാനുണ്ട്. ഈഡിസ് ഈജിപ്ഷ്യ എന്ന് പറയുന്ന ഒരു മസ്കിറ്റോയാണ് ഇത് പകർത്തുന്നത്. അതിൻ്റെ ചില പ്രത്യേകത എന്ന് വെച്ചാൽ വീടും പരിസരങ്ങളിലൊക്കെ സർവ്വസാധാരണമായി കാണും. മറ്റ് മസ്കിറ്റോകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് പകൽ സമയത്ത് കടിക്കുന്ന ഒരു സ്വഭാവവും ഇതിനുണ്ട്. അതുകൂടാതെ വീടിന് ചുറ്റുമുള്ള ചെറിയ ചെറിയ പോക്കറ്റ്സ് ഓഫ് വെള്ളത്തിൽ, ശുദ്ധജലങ്ങളിൽ പോലും ഇത് പെരുകുകയും ചെയ്യും. അതായത് ഒരു കിടക്കുന്ന ഒരു വാട്ടർ ബോട്ടിലോ അല്ലെങ്കിൽ ഒരു ടയർ കഷ്ണമോ ഈവൻ ഒരു മലന്ന് കിടക്കുന്ന ഒരു കരിയിലയിലോ ചിരട്ടയിലോ പോലും ഇവ വർദ്ധിച്ചു വരും. അപ്പോൾ അതിനെപ്പറ്റി തടയുന്നതിനെ പറ്റിയുള്ള കാര്യവും ഞാൻ ഇവിടെ തന്നെ പറഞ്ഞു പോകാം. അതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് പരിസര ശുചിത്വമാണ്. പരിസര ശുചിത്വം എന്ന് പറയുന്നത് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അല്ലാതെ സർക്കാർ തലത്തിലോ മറ്റോ നടത്തിവെപ്പാക്കേണ്ട ഒരു പ്രോഗ്രാമല്ല. ഓരോരുത്തരും അവരവരുടെ വീടും പരിസരവും ശുദ്ധിയായി സൂക്ഷിക്കുക. പ്രത്യേകിച്ച് ഏത് ചെറിയ പോക്കറ്റ്സ് ഓഫ് വാട്ടർ കളക്ഷൻസ് മഴക്കാലത്ത് ഉണ്ടോ എന്ന് പരിശോധിക്കുകയും അത് ഒഴിവാക്കുകയും ചെയ്യേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ ഒരു വലിയ അളവ് വരെ ഈ ഡെങ്കി ഫീവറിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. പിന്നെ മസ്കിറ്റോ നെറ്റ് പോലുള്ള മസ്കിറ്റോയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ വലിയൊരു ഗ്രൂപ്പ് ഭക്ഷണവും വെള്ളവും വഴി പകരുന്ന രോഗങ്ങളാണ്. ഭക്ഷണവും വെള്ളവും വഴി പകരുന്ന രോഗങ്ങൾ പ്രധാനം പലതരത്തിലുള്ള വയറിളക്കങ്ങൾ, പല സിവിയറിറ്റിയിൽ അത് വരാം. അതിൽ തന്നെയും കടുത്ത രോഗമായ കോളറയുണ്ട്, ടൈഫോയിഡുണ്ട്. അതും കൂടാതെ വെള്ളം വഴിയൊക്കെ പകരുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. അതിൻ്റെ ഗ്രൂപ്പായിട്ട് തന്നെ തടയുന്നതിന് ഉള്ള പ്രധാന വഴിയെന്ന് പറയുന്നത് വ്യക്തി ശുചിത്വമാണ്. മറ്റേതിന് പരിസര ശുചിത്വമാണെങ്കിൽ ഇതിന് വ്യക്തി ശുചിത്വമാണ്. ഭക്ഷണവും വെള്ളവുമെല്ലാം അതിനനുസരിച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഭക്ഷണം പാകം ചെയ്യുന്നവരും വിളമ്പുന്നവരും ഭക്ഷണം കഴിക്കുന്നവരും ഒരുപോലെ കൈ കഴുകി വൃത്തിയാക്കി കഴിക്കണം. കഴിയുന്നതും ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. വെള്ളത്തിൻ്റെ കണ്ടാമിനേഷൻ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. കണ്ടാൽ തെളിഞ്ഞ വെള്ളത്തിലും ചിലപ്പോൾ പല രോഗാണുക്കളും കണ്ടെന്ന് വരാം. അതുകൊണ്ട് തിളപ്പിക്കുക എന്ന് പറയുമ്പോൾ ബോയിലിംഗ് പോയിൻ്റ് എത്തിയാൽ പോരാ. ബോയിലിംഗ് പോയിൻറ്റിൽ 5 മുതൽ 10 മിനിറ്റ് വരെ തുടർച്ചയായി തിളച്ച വെള്ളമാണെങ്കിൽ മാത്രമേ അത് സേഫാണെന്ന് പറയാൻ പറ്റുകയുള്ളൂ. അങ്ങനെ വ്യക്തി ശുചിത്വം പാലിക്കുകയും ശുദ്ധമായ ഭക്ഷണവും വെള്ളവും ഉപയോഗിക്കുകയും ചെയ്താൽ ഈ രോഗങ്ങളെയെല്ലാം ഒരു ഗ്രൂപ്പായി തന്നെ നമുക്ക് തടയുന്നതിന് സാധിക്കും. നിസ്സാരമായ കാര്യമേ ഉള്ളൂ. പിന്നെ അടുത്ത ഒരു ഗ്രൂപ്പായിട്ട് വരുന്നത് ഈ മൺസൂൺ കാലത്ത് തലപൊക്കുന്ന വൈറൽ ഇൻഫെക്ഷൻസാണ്. അവ സൈക്ലിക്കലായിട്ട് ഇങ്ങനെ വർദ്ധിക്കുന്ന ഒരു നേച്ചറുള്ളതാണ്. പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസ പോലുള്ള വൈറൽ ഇൻഫെക്ഷൻസ് അത് ചെറിയ പ്രായം മുതൽ വലിയ പ്രായം വരെയുള്ള എല്ലാവരെയും ബാധിക്കാം. അതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ചെറിയ കാര്യമെന്ന് പറയുന്നത് ആരോഗ്യമുള്ള ആളുകളിൽ ഈ വൈറൽ ഇൻഫെക്ഷൻസ് ഒരു സെൽഫ് ലിമിറ്റിംഗ് തന്നെത്താനെ മാറിപ്പോകുന്ന അസുഖങ്ങളെ വരികയുള്ളൂ. അതിന് ഒരു ഡോക്ടറെ കണ്ട് അത് മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പ് വരുത്തേണ്ട ആവശ്യമേ ഉള്ളൂ. വലിയ ഓവർ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല.
സിംറ്റമാറ്റിക്കായിട്ട് പനി മാറുന്നതിനുള്ള മരുന്നോ കോൾഡിൻ്റെ മരുന്നോ ഒക്കെ 1, 2, 3 ദിവസങ്ങൾ കഴിച്ചാൽ മതി. അമിത ചികിത്സയുടെ ആവശ്യമില്ല. എന്നാൽ ഇതേ രോഗങ്ങൾ തന്നെ എക്സ്ട്രീം സ്റ്റേജിൽ വളരെ ചെറിയ കുട്ടികളിൽ, പ്രായമായവരിൽ, പ്രത്യേകിച്ച് അവർക്ക് അതിൻ്റെ കൂടെ ആസ്മയോ COPDയോ സ്മോക്കേഴ്സ് ലങ്ങോ ഒക്കെ ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള രോഗങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഇതേ ഇൻഫ്ലുവൻസ പോലുള്ള രോഗങ്ങൾ കടുത്ത അവസ്ഥയിലേക്ക് മാറാം, ന്യൂമോണിയ പോലുള്ള അവസ്ഥയിലേക്ക് മാറാം. ചിലപ്പോൾ ഒരു ക്രിട്ടിക്കൽ കെയർ പേഷ്യൻ്റായി സാച്ചുറേഷൻ ഫോളും ഓക്സിജൻ ലെവൽ ഫോളും ഒക്കെ ഉണ്ടായി വന്നെന്ന് വരാം. അങ്ങനെയുള്ളവർക്ക് അവരെ അതിനനുസരിച്ചുള്ള മാനേജ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അവിടെയും പ്രധാനമായിട്ടും നമ്മൾ തടയുന്നതിനുള്ള കാര്യം, കോവിഡിൻ്റെയൊക്കെ കാര്യം പറയുന്ന പോലെ മാസ്ക് ഉപയോഗിക്കുക, രണ്ടാമത്തേത് ഓവർ ക്രൗഡിങ് ഉപയോഗിക്കുക. അവിടെയും നമുക്ക്, അതായത് സിമ്പിളായിട്ടുള്ള കാര്യം കൊണ്ട് വലിയ വിപത്തുകൾ ഒഴിവാക്കാൻ പറ്റും. മാസ്ക് ഉപയോഗിക്കുന്നത് ഒരു സ്വഭാവമാക്കുക, ആവശ്യമില്ലാത്ത ഓവർ ക്രൗഡിങ് ഒഴിവാക്കുക. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ ഈ പറഞ്ഞ എപ്പിഡമിക് വൈറൽ ഇൻഫെക്ഷൻസ് വലിയൊരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർക്കുകയും പാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ ധാരാളം ഒരു വലിയ പങ്ക് മൺസൂൺ ജന്യ രോഗങ്ങളിൽ നിന്ന് നമുക്ക് ആശ്വാസം കിട്ടും. അത് പടരുന്നത് തടയുന്നതിനും സാധിക്കും. നന്ദി, നമസ്കാരം.